ക്രിസ്തുമസിൻ്റെ വചന സന്ദേശം നമുക്ക് നൽകുന്ന ബഹുമാനപ്പെട്ട ജെയ്സൺ മണിക്കതിരച്ചനാണ്. ശ്രദ്ധാപൂർവം വചന സന്ദേശം ശ്രവിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞു അനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. 25 ദിവസമായി ഭൗതികമായും ആത്മീകമായും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ഈ ദിവസത്തിന് വേണ്ടി നോമ്പ് അനുസരിച്ച് പ്രാർത്ഥിച്ച് ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികൾ ചെയ്ത് നമ്മുടെ ഹൃദയമാകുന്ന ആ പുൽക്കൂട്ടിലേക്ക് യേശുവിനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലായിരുന്നു ഓരോരുത്തരും. എന്ന സുന്ദരമായ ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. റോസ് കണ്ടിറങ്ങിയുള്ളൂ, എന്തെന്നാ പറയാ. എങ്ങനെയുണ്ട് ദീപ പടം? ഇഷ്ടായില്ലേ? നെഗറ്റീവായിട്ട് പറയാൻ തോന്നരുത്. ലാലേട്ടന് ഇതിൻ്റെ പരിപാടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നി പടം കണ്ടപ്പോൾ. പടം പിള്ളേർക്ക് ഇഷ്ടമാവുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായിന്ന് വരാം. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പടം എന്ന് പറയാൻ പറ്റില്ല. ബറോസിൻ്റെ ഒരു കിസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പങ്കെടുത്തു, എന്നിട്ടോ പ്രൈസ് എന്നൊക്കെ നോക്കാതെ വിചാരിച്ചിട്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാ, ബറോസിലെ പൂച്ച സംസാരിച്ച ഡയലോഗ് എന്താന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ പൂച്ച ഒന്നും സംസാരിച്ചിട്ട് ഞാൻ കണ്ടില്ല. അപ്പം ഞാൻ നിൽന്ന് എഴുതി, ഒറ്റ ഡയലോഗ് ഇല്ലാന്ന്. അപ്പം അതിന് ഉത്തരം പറഞ്ഞാൽ പറയണേ മ്യാവൂന്നു. എന്തെന്ന് ഇതിനൊക്കെ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ 3D ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ അടിപൊളിയുണ്ട്. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ പറ്റിയൊരു പടമല്ല. കാശ് പോയി എന്ന് പറയാം. Happy Christmas. Happy Christmas. Happy Christmas. നല്ല കേട്ടാ. Happy Christmas. വേണ്ട. വൈന്ന് വെച്ചത് ആൽക്കഹോളില് നിങ്ങൾ ഇത് ഇത്തിരി കുടിച്ചോക്കെ ഒരു ശകലം. ഇത് ആൽക്കഹോളില് അതിൽ വെക്കണതാണ്. ബാറിൽ പോയി വാങ്ങിയല്ല. ഇതൊന്ന് പൊട്ടിച്ചേ.
പറ്റില്ല. ദീപൻ ഉദ്ഘാടനം ചെയ്യും. എന്താണ് ഇതിൻ്റെ ഒരു ഈ കുടിച്ചോക്കിൽ എങ്ങനെ ഉണ്ടെന്ന് പറയാം. മധുരല്ലേ? മധുരല്ലേ? അമ്മയ്ക്ക് കുടിക്കാൻ പ്രശ്നമില്ല. പുളി ഇത് ഇത്ര മധുരം ഉണ്ടാവുള്ളോ? അല്ല ഞാൻ കുടിച്ചിട്ടുള്ളതല്ല ഒരു വട്ടം. കുഴപ്പമൊന്നുമില്ല. കഷായം കുടിക്കുന്ന പോലെ കരുതിയാൽ മതി. എന്തായാലും കുടിക്കാൻ കണ്ട് ഒഴിച്ചത് ഫിനിഷ് ചെയ്യും. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ്. എന്തായാലും ഒരു കേക്കിന്റെ ആ എടുത്തോ, കേക്ക് എടുത്തോ. വേണം ഒരു വർഷം കേക്ക് എടുത്തമ്മ. ആ അമ്മ ശരിക്ക് കുട്ടിയന്മാരെ മാറ്റിയുണ്ട്. എക്സ്പ്രഷനൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ അങ്ങനല്ല, കുട്ടിക്കുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഇല്ലേ അങ്ങനെ, അത് ചായ കുടിക്കണ മാതിരി അങ്ങനല്ല. കുട്ടിയന്മാരെ എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കുടിയന്മാരെ എക്സ്പ്രഷൻ. ചെറിയൊരു കള്ളു കുടിക്കണ മാത്തൊരു മണുണ്ടല്ലേ? ഇല്ലേ? ലഹരി പോലൊന്നുമില്ല. എന്നാ കഴിക്കുക, ചോറുണ്ടല്ലോ, ഇനി ഭക്ഷണം കഴിക്കാം. പിന്നെ ഗീ റൈസും പിന്നെ അമ്മയ്ക്ക് എന്തായിരുന്നു കറി? മഷ്റൂം മഞ്ചൂരിയനാണ് അമ്മയ്ക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ല, ഫിഷ് കറി ഉണ്ട്, പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ട്. ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് ഫ്രൈ ആണ്. പിന്നെ ഇത് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ട്. പിന്നെ സലാഡും ഉണ്ട് കേട്ടോ. വട്ടയപ്പം വേണ്ടേ? വട്ടയപ്പം ഉണ്ട്. പിന്നെ അത് നൈസ് പത്തിരി ഉണ്ട്. അങ്ങനെ കറി നല്ല അറിയില്ല. അപ്പം അമ്മയുടെ പടം ഇനി ഞങ്ങളുടെ പടം നോക്കട്ടെ. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം സംഭവം കിട്ടില്ലെന്നാണ്. വറുത്തരച്ചൊക്കെ കുറേ അടിപൊളിയായിരിക്കും. നീ ചോദിച്ചോണെങ്കിൽ വറുത്തരച്ച ചിക്കൻ കറി അടിപൊളിയുണ്ട്. ആ ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ ഒരു രക്ഷയിലേട്ടാ. കുറച്ച് ബീഫും കൂടി കൊണ്ട് വെച്ചിട്ട് അമ്മയ്ക്ക് പത്തിരുന്ന് വേണ്ടേ? ഇത്തിരി മീൻ ചാറ് വെച്ചേ. ഈ മീൻ കറി ട്രൈ ചെയ്ത് നോക്കാം. പീസ് തൽക്കാലം ഇവിടെ മാറ്റിച്ചിട്ട് ഇത് ഇതിലേക്കാണ് പൊതിയ. സൂപ്പർ മീൻ കറി. കേരന്നുണ്ട്, കേര. വീട്ടിൽ വെക്കണ പോലെ അതിനേക്കാളും നന്നായിട്ട് ഒന്നും അറിയില്ല. നിങ്ങൾ വെക്കണ പോലെ തന്നെ നല്ല പുളി എരിവ് വെക്കണത്. നിനക്ക് ചിക്കൻ കറി ഇഷ്ടമായത് മീൻ കറി ഇഷ്ടമായ? എല്ലാം ഇഷ്ടമായ മതി. ബീഫും പിന്നെ മീൻ കറിയും ലുലുന്ന് വാങ്ങിയ അങ്ങനെ രണ്ട് സൂപ്പറായിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറി നാട്ടിക റിലാക്സ് ചെയ്താണ് വാങ്ങിയത്. അതൊരു രക്ഷയില്ല, ഗംഭീര കറി. ഞങ്ങൾക്ക് റിലാക്സിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് വറുത്തരച്ച ചിക്കൻ കറി. ഗ്രേവിയൊക്കെ അടിപൊളിയാണ്. ഈ കുറച്ച് ചോറിടാം. ഇങ്ങനെ വർഷങ്ങളായി ഞാൻ ഗീ റൈസും ബീഫും കഴിച്ചിട്ട്. ഇല്ല അമ്മ, ലുലുലത്തെ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, പണ്ടത്തെ നമ്മുടെ ബീഫ് ഫ്രൈ ഇല്ലേ, പണ്ടൊക്കെ അതുപോലത്തെ ടേസ്റ്റാണ്. വേർത്തു. അതുപോലെ തന്നെ ഈ വറുത്തരച്ച ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ ആട്ടോ. ഒരു പീസും വെച്ചിട്ട് ഒരു പപ്പടം കൂടെ വേണ്ടായിരുന്നു, പക്ഷെ പപ്പടം ഇല്ലല്ലേ അമ്മ? ഞാൻ മറന്നും പോയി പപ്പടം മേടിക്കാൻ. വറുത്തരച്ച ചിക്കൻ കറി സൂപ്പറായിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്മസ് പൊളിച്ചു അല്ലേ ഇമ്മ? എനിക്ക് തന്നെ ധാരാളമായി. ഞാനിവിടെ ഫ്രണ്ടിൽ ചെയ്തൊക്കെ നിങ്ങൾ കണ്ട ചെടിച്ചട്ടിയൊക്കെ മാറ്റി വെച്ച് പാല് വരച്ചു തുടങ്ങി കൊണ്ട് പോകുന്നു. വിശന്നിട്ട് എന്നിട്ട് ഒരു ഗ്ലാസ് കുറുക്കി
ശരിക്കും വേർത്തോട്ടാണ്. ഇന്നത്തെ ക്രിസ്മസ് എന്തായാലും അടിപൊളിയായില്ലേ ദീപം? കേക്ക് നീ പൊടിച്ചായിരിക്കും ദീപം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വൈകിട്ട് ലൈവ് ഉണ്ട്, മറക്കണ്ട. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബൈ.